സാർ നമസ്കാരം. നമസ്കാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വലിയ വലിയ തർക്കങ്ങൾ നടക്കുന്നു. ഒരുപക്ഷെ അത് പൊട്ടിത്തെറിയിലേക്ക് വരെ ചെന്നെത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള ഒരു തർക്കം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അത്തരത്തിലൊരു കീഴ്വഴക്കമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വം പറയുന്നതാവട്ടെ, കീഴ്വഴക്കങ്ങളെല്ലാം ജനാധിപത്യ സമ്പ്രദായത്തിൽ മാറ്റിമറിയ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതെല്ലാം മാറ്റിമറിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതെങ്കിലും കീഴ്വഴക്കത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അർഹമായ സ്ഥാനങ്ങൾ അർഹമായവർക്ക് കൊടുക്കാതിരിക്കുന്നത് അതിന് കീഴ്വഴക്കം എന്നല്ല പറയുന്നത്. അപ്പോൾ തീർച്ചയായും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അത് കിട്ടാതെ ഇനി ഒരിഞ്ച് പോലും ഒരു മുന്നണി എന്ന രീതിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുന്നു CPI. പിണറായി വിജയനാകട്ടെ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, അതിൻ്റെ പേരിൽ ഒരു ചർച്ച ഇനി ആവശ്യമില്ല എന്ന മട്ടിൽ നിൽക്കുമ്പോൾ CPIയും CPMും നേർക്ക് നേർ കൊമ്പ് കോർക്കുന്നു. ഇനി വരും കാലങ്ങളിൽ നിയമസഭയിൽ ഇതിൻ്റെ പേരിൽ 2 ബ്ലോക്കായി പോലും ഇവർ ഇരിക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ്. നേരത്തെ തന്നെ PM ശ്രീ പദ്ധതിയിലും തുറമുഖ ഓഹരി കൈമാറ്റത്തിലുമെല്ലാം CPMൻ്റെ നിലപാടുകളുമായി ഒരു കാരണവശാലും സഹകരിച്ചു പോകാത്ത മുന്നണിയെ തന്നെയാണ് CPI. എന്തായാലും കേവലം 35 പേര് മാത്രമാണ് പ്രതിപക്ഷ നിരയിലുള്ളത് എന്ന് പറയുമ്പോൾ അതിനിടയിൽ CPMനും CPIക്കും ഇടയിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉടലെടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പരിമിതമായ രാഷ്ട്രീയ ബോധത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPMൽ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ CPMനകത്ത് പിണറായി വിജയന് എതിരെ രൂപം കൊണ്ടുവരുന്നൊരു അച്ചുതണ്ടും പോളിറ്റ് ബ്യൂറോയിൽ പോലും പിണറായി വിജയൻ അനഭിമതനായി തുടരുമ്പോൾ തീർച്ചയായും ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPMന് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് അപ്രസക്തനായി മാറും. പിൽക്കാലത്ത് പിണറായി വിജയൻ തന്നെ CPMന് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയൊരുക്കലായി തീരും അതുകൊണ്ട് പിണറായി വിജയൻ മാനസികമായി ഒരുപക്ഷെ CPIക്ക് തന്നെ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊടുക്കണം എന്നുള്ള താല്പര്യക്കാരനാണ്. എന്നാൽ പാർട്ടിക്ക് പൊതുവെ അക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള ഒരു വിയോജിപ്പ് കണക്കിലെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അത് ആദ്യമേ തന്നെ മുൻകൂറായി വെടിപൊട്ടിച്ചിരിക്കുന്നു. CPIക്ക് അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. മനസ്സുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനവും അല്ലെങ്കിൽ താല്പര്യവും പിണറായി വിജയൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വിഷയത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ പിണറായി വിജയൻ അതിന് വഴങ്ങേണ്ടതായി വരും. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരം അങ്ങനെയൊന്നും സംഭവിക്കും. എന്നാൽ മാത്രമേ പിണറായി വിജയന് CPMൽ തൻ്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കാൻ പറ്റൂ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ ഇത് തന്നെയായിരിക്കുമോ ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. എങ്ങനെയാണ് മുതിർന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇത്തരം വിഷയങ്ങളെ എങ്ങനെ സമീപിക്കുന്നു? അല്ല, ഞാൻ ഇത്തരം വിഷയങ്ങളെ കാണുന്നത്, നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ മാത്രം കാണുക. ഇപ്പോൾ കുറച്ച് വെള്ളം, മഴ പെയ്ത് വെള്ളം ഒലിച്ചു വരികയാണ്. ഒരു ചെറിയ പുൽത്തകടിയിലോ പുതിയ മൺതിട്ടയിലോ തട്ടിയത് നിൽക്കുന്നു വെള്ളം, കുറച്ച് വെള്ളം നിൽക്കും. നമ്മളത് കുറച്ച് കഴിഞ്ഞത് പൊഴിച്ചിട്ട് അതിങ്ങോട്ട് അതേ ഡയറക്ഷൻ താഴോട്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ചാല് കീറിയാൽ ആ ചാലിൽ കൂടെ തന്നെ ആ വെള്ളം ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവിടെ CPM ഇന്ന് അത്തരം ഒരു മൺതിട്ടയിലാണ് നിൽക്കുന്നത്. എങ്ങോട്ട് വേണേ ഒഴുകാനോ ഒഴുകി ഒലിച്ചു പോകാനോ നദിയായിട്ട് മാറാനോ തോടായിട്ട് മാറാനോ ഒരു മരുഭൂമിയായിട്ടോ മാറാൻ വരെയുള്ള പൊസിഷനിലാണ് ഇന്നത്തെ CPM. അപ്പോൾ CPMൽ ഇപ്പോൾ ഉള്ള പ്രശ്നം, നമ്മളാരും ഇതുവരെ പറയാത്ത, അത് വിശദമായിട്ട് വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം, പിണറായി വിജയൻ ഇത് എങ്ങനെ ഇട്ടിട്ട് പോകുന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അധികാരം മാത്രമല്ല, കോടാനുകോടി രൂപയുടെ സ്വത്തിൻ്റെ നിയന്ത്രണമാണ് CPIക്ക് എന്നുള്ള പാർട്ടിക്കുള്ളത്. കത്തോലിക്ക സഭയേക്കാൾ കൂടുതൽ സ്വത്തുണ്ടെന്നാണ് പറയുന്നത്. കെട്ടിടങ്ങൾ, ഓഫീസുകൾ, പ്രസിദ്ധീകരണങ്ങൾ, സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെ ഈ സ്വത്ത് നിയന്ത്രണം പിണറായി വിജയൻ എന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നോ അന്ന് ഇത് മുഴുവൻ മൂന്നാമതുള്ള കയ്യിലേക്ക് പോകും. അത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ ആർക്ക് പറ്റിയില്ല. അതിൻ്റെ വിനിയോഗ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഉപ നേതാവായിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതൊരു നേതാവിനെ പാർട്ടി അണികൾ സ്വയം കാണുക. അല്ലാതെ തന്നെ ശശികലയൊക്കെ കാണുന്നുണ്ട്, ശൈലജയൊക്കെ കാണുന്നുണ്ട്. അപ്പം പാർട്ടി അണികൾ രണ്ടാമതൊരു നേതാവ് ബാലഗോപാലിനെയാണ് അങ്ങനെ കാണുന്നതെങ്കിൽ, അല്ലെ രവീന്ദ്രനാഥിനെ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട്, അല്ലെ MA ബേബിയെ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും പിണറായി വിജയൻ പേടിക്കണം. കാരണം ഇതിൻ്റെ നിയന്ത്രണം അയാളിലേക്കാണ് പോകുന്നത്. കാരണം ഈ കള്ളക്കളി മുഴുവൻ കണ്ടുപിടിച്ച് വരുന്നതാണ് ഇവരുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, അധികാരത്തിൻ്റെ നേരിയ ഒരു അംശം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരും വിട്ടുപിടിക്കില്ല. ഈ വരാൻ പോകുന്നവൻ ഇതുപോലെ തന്നെ പിണറായി വിജയൻ്റെ കൂട്ട് തന്നെ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കും.
ചക്കരക്കുടത്തിൽ കൈയിട്ട് ആരും നക്കും. അപ്പോൾ ആ രീതിയിലുള്ള സംഘടനാ സംവിധാനമാണ് CPM ഫോളോ ചെയ്യുന്നത്. പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നവനെ, പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നവൻ ആരായാലും, എത്ര കഴിവുകെട്ടവനാണെങ്കിലും, എത്ര കള്ളം പറയുന്നവനാണെങ്കിലും, എത്ര നാട്ടുകാരെ ദ്രോഹിക്കുന്നവനാണ്, അവൻ്റെ പുറകിൽ അണിനിരക്കുക എന്നുള്ളതാണ് അവരുടെ പോളിസി, അവരുടെ പ്രവർത്തന ശൈലി, പ്രവർത്തന രീതി. അപ്പോൾ ഇത് ഉള്ളിടത്തോളം കാലം ഇവിടെ ഞാൻ കണക്ക് കൂട്ടുന്നത് തൽക്കാലം എന്തെല്ലാം പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പ് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ഇത് CPIക്ക് തരികയില്ല എന്ന് പറയും. പക്ഷേ ഫലത്തിൽ ആത്യന്തികമായി മുന്നണിയുടെ കെട്ടുറപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ത്യാഗം ചെയ്യുന്നു, അത് CPIക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നു. പാർട്ടിയിൽ CPMന് ഒരു നേതാവ് മാത്രമാവും, പിന്നെ പിണറായി വിജയൻ മാത്രമേ ഉപനേതാവാക്കും. റിയാസിനെ ആക്കാൻ പറ്റുന്ന ചാൻസ് ഉണ്ടാക്കാൻ ചിലപ്പോൾ, പക്ഷേ അത് നടക്കണമെന്നില്ല. അത് നടക്കാത്ത പരിസ്ഥിതിയിൽ പിണറായി വിജയൻ്റെ മുമ്പിലുള്ള സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് ഈ ഭീമാകാരമായ സ്വത്തിൻ്റെയൊക്കെ കാര്യം ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇതെല്ലാം കൂടെ നഷ്ടപ്പെടാതിരിക്കാൻ പറ്റുന്ന മാർഗം തൽക്കാലം CPIയിൽ ആർക്കെങ്കിലും ഈ ചുമട് ഇറക്കി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് തൻ്റെ അധികാരം, ഈ ഇപ്പോൾ പ്രതിപക്ഷ നേതാവെന്ന രീതിയിലുള്ള അധികാരം, ആ കിരീടവും ചെങ്കോലും ഒക്കെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും CPMൽ നിന്നുള്ളൊരു പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനത്തേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് പടിയിറങ്ങുന്നതിന്, സ്വന്തം വഴിവെട്ടുന്നതിന് തുല്യമാകും. അങ്ങനെയെങ്കിൽ അത് CPIക്ക് കൊടുക്കാൻ തന്നെയാണ് പിണറായി വിജയൻ്റെ തീരുമാനം. ഈ ഒരു ഊഹം തന്നെയാണ് അതിന് കൂടുതൽ സാധ്യത എന്നാണ് സാറിൻ്റെ അഭിപ്രായം. അല്ല, അതിനുള്ള സാധ്യതയുള്ളൂ. അത് അങ്ങനെ മാത്രമേ പിണറായി വിജയന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെ ഇതുവരെ പിണറായി വിജയൻ ഇത്ര 80 വയസ്സായി ഈ കാലാകാലങ്ങളിലായി ദ്രോഹിച്ചും ശിക്ഷിച്ചും കെട്ടിപ്പടുത്ത സാമ്രാജ്യം, അതെല്ലാത്തരം സാമ്പത്തിക സാമ്രാജ്യം, രാഷ്ട്രീയ സാമ്രാജ്യം എല്ലാം തകർന്ന് തരിപ്പണാകുകയാണ്. അത് സഹിക്കാൻ പറ്റുമോ? അല്ല, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ വരുന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ അതെല്ലാം ഒരു പഠന അല്ലെങ്കിൽ നിരീക്ഷണ വ്യഗ്രതയോടുകൂടി നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ പോളിറ്റ് ബ്യൂറോയിലും CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലും ഒന്നും പിണറായി വിജയന് പഴയ പ്രതാപമില്ല. എന്തിന് സംസ്ഥാന സമിതിയിൽ പോലും പിണറായി വിജയൻ്റെ വാക്കുകളാരും ചെവിക്കൊള്ളുന്നില്ല. പണ്ട് തിരുവായിലായി ഉണ്ടായിരുന്ന, അങ്ങനെ നിന്നിരുന്ന പിണറായി വിജയൻ സംസ്ഥാന സമിതിയെയും കേന്ദ്ര സമിതിയെയും പോളിറ്റ് ബ്യൂറോയെയും ഭരണത്തെയും കേരളത്തിലെ പാർട്ടിയെ എല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി നിയന്ത്രിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എവിടെയും ആ ഒരു ഗ്രിപ്പില്ല. പിണറായി വിജയൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് CPMലെ നേതാക്കൾ സംസാരിക്കുന്നത്. എന്തിന് നിയമസഭയിൽ ബാലഗോപാൽ വരെ ചോദിച്ചു എന്തെങ്കിലും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞുകൂടെയെന്ന്. അപ്പോൾ അത് പഴയ പിണറായി വിജയനായിരുന്നെങ്കിൽ, പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴയ പിണറായി വിജയനോടായിരുന്നെങ്കിൽ അവരങ്ങനെ പെരുമാറില്ലായിരുന്നു. ഇന്ദ്രനെയും ചന്ദ്രനെയും എനിക്ക് പേടിയില്ല, ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്ന കഥയൊക്കെ അദ്ദേഹം ഒരിക്കൽ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞ പോലെ പഴയ വിജയൻ്റെ പ്രതാപകാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് CPMനകത്ത് തന്നെ സംസാരം ഉണ്ടായിരിക്കുന്നു, അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പിണറായി വിജയൻ്റെ പഴയ ആ ധാർഷ്ട്യവും ധിക്കാരവും അല്ലെങ്കിൽ തൻപ്രമാണിത്വം ഒന്നും ഇനി CPMൽ വച്ചു പൊറിപ്പിക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൂടി CPMന് വച്ചു മാറുമ്പോൾ പിണറായി വിജയന് പടിയിറങ്ങാനുള്ള പാത സ്വന്തം വെട്ടുന്നതിന് തുല്യമായി മാറും. അക്കാരണത്തിൽ തന്നെ കുറേ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നീരസം പ്രകടിപ്പിക്കുന്നു, അഭിപ്രായ വിയോജിപ്പ് കാണിക്കുന്നു. എങ്കിലും സാറ് പറഞ്ഞതുപോലെ ഈ കെട്ടുറപ്പിനെ ബാധിക്കാത്ത രീതിയിൽ മുന്നണിയെ അത് ബാധിക്കുമെന്ന് കണ്ടപ്പോൾ സ്വയം ഞങ്ങൾ ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്നു, ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നു മുന്നണിക്ക് വേണ്ടി എന്ന തരത്തിലേക്ക് CPIക്ക് ഇത് വെച്ചുമാറും. അങ്ങനെ സ്വന്തം അധികാരങ്ങൾ സ്വന്തം കാലം വരെയെങ്കിലും സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പിണറായി വിജയൻ ബാധ്യസ്ഥനാകും. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമായ ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ മകൾക്ക് എതിരെയുള്ള ED കേസിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ED ഏത് നിമിഷവും വീണ വിജയനെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു. വീണ ഏതെങ്കിലും തരത്തിൽ EDയുടെ കസ്റ്റഡിയിലാവുകയോ അറസ്റ്റിലാവുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിനടുത്ത ദിവസങ്ങളിൽ പിണറായി വിജയനിലേക്ക് രൂക്ഷമായ രീതിയിൽ ED വരും. കാരണം പിണറായി വിജയനാണ് അത്തരം വഴിവിട്ട ഇടപാടുകൾക്ക് CMRLന് കളമൊരുക്കിയിരിക്കുന്നത് എന്ന രീതിയിൽ, വഴിവിട്ട സഹായങ്ങൾ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ. അതുകൊണ്ട് തീർച്ചയായും EDയുടെ അന്വേഷണം ആ തരത്തിൽ പോകുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പിണറായി വിജയന് വലിയ സമ്മർദ്ദം ഉണ്ടാകും, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടതായി വരും. അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPMന് കൈമാറാതിരുന്നുകൊണ്ടൊന്നും പിണറായി വിജയൻ അവിടെ സേഫ് ആവുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യം കൂടെ ഓർത്തു പറയൂ. പിണറായി വിജയന് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 10-60 ദിവസം കൂടെ ആ സ്ഥാനത്തിരിക്കാനും അതിനുശേഷം ആ സ്ഥാനം സംരക്ഷിക്കാനുള്ള ചില മാർഗങ്ങളും തെളിഞ്ഞു വരുന്നുണ്ട്. 35 സീറ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് ബൈ ഇലക്ഷൻ നടക്കാൻ പോകാം. അത് കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വെച്ചാണ് പലതും CPMന് നഷ്ടപ്പെട്ട സീറ്റുകളാണ്. അതെ, ഇത് കുറേ എണ്ണമെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റിയാൽ
അപ്പോഴേ പറയും പിണറായി വിജയൻ്റെ നേതൃത്വം ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെ അവർക്ക് വേണ്ടി പറയാൻ ബുദ്ധിജീവികളെല്ലാം കിടക്കുകയാണ്, സിനിമാടന്മാരും എല്ലാം വരികയാണ്. അപ്പം അങ്ങനെ ഒരു ഇംപ്രഷൻ ഈ 35 സീറ്റിൽ ഒരു 20-25 സീറ്റിൽ കൂടുതൽ പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ വീണ്ടും ഒരു ഫൈറ്റിംഗ് ചാൻസ് അത് വേണമെന്നുണ്ടെങ്കിൽ സാർ പറഞ്ഞ ഒരു സാധ്യതയാണ്. കാരണം ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ പല പടലപ്പിണങ്ങളും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അതിൻ്റെ ഒരു സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ സാധിക്കില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തലവര വേണമെങ്കിൽ മാറ്റി കുറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.